തൊണ്ണൂറുകളിൽ കേരളത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കോമഡി സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. മേക്കേഴ്സ് പറയുന്നത് പോലെ ഇതൊരു കംപ്ലീറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കോമഡി സിനിമയൊന്നുമല്ല. ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ കോമഡി സിനിമയാണ്. സിനിമ സഞ്ചരിക്കുന്ന വഴികൾ, സംഭവ വികാസങ്ങൾ, കഥാപാത്രങ്ങൾ, കഥ നടക്കുന്ന സാഹചര്യങ്ങൾ, കാലഘട്ടം എന്നിങ്ങനെ തൊണ്ണൂറുകളുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ ടെക്നിക്കൽ സൈഡ് അതിഗംഭീരമാണ്. നിങ്ങൾക്ക് അസാധാരണമായ കഴിവുകളുള്ള, വളരെ ഷാർപ്പ് ഒബ്സർവേഷൻ സ്കില്ലൊക്കെയുള്ള, എന്നാൽ ചായക്കടയിലിരുന്ന് പരദൂഷണം പറയുന്ന ഒരു ലോക്കൽ ഡിറ്റക്റ്റീവിനെ വളരെ ഭംഗിയായി ഇവിടെ കാണാൻ കഴിയും. തൊണ്ണൂറുകളിലെ നാട്ടിൻപുറം, ഉറക്കെ സംസാരിക്കുന്ന, എല്ലാവരുമായി അടുപ്പമുള്ള ആളുകളുള്ള ഒരു കളർഫുൾ വില്ലേജൊക്കെ പ്രേക്ഷകന് പുതുമ നൽകും. ഒപ്പം പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും ഒരു നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന പുതുമകളും സിറ്റുവേഷണൽ കോമഡികളും ഒക്കെ ഇവിടെയുണ്ട്. ഒപ്പം ഞെട്ടുന്ന കൊലപാതക പരമ്പരയും. പക്ഷേ ഇതൊരു പൂർണ്ണമായും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന നിലയിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത് ഒരു ടൈറ്റ് ട്വിസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയിൽ പ്രേക്ഷകനിലേക്ക് ഉണ്ടാക്കുന്ന അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ സിനിമയുടെ സ്വഭാവം മാറേണ്ട കഥാഗതിയിൽ മാറ്റം വരാതെ തുടക്കം മുതലുള്ള ലൈറ്റ് ഹാർട്ടഡായ അതേ രീതിയിൽ തന്നെ കഥ പറഞ്ഞുപോയി. കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ ചിത്രം അവശേഷിപ്പിക്കുന്നുണ്ട് എന്നതും എന്നിലെ പ്രേക്ഷകന്റെ യുക്തിയെ ബോധ്യപ്പെടുത്താത്ത വില്ലൻ കഥാപാത്രവും പോരായ്മയായി തോന്നി. ഒന്നിലധികം ലെയറുകളുള്ള കോംപ്ലക്സ് ക്യാരക്ടേഴ്സിൻ്റെ എഴുത്തിലെ പോരായ്മകൾ മോശം പ്രകടനം കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. ആക്ഷൻ രംഗങ്ങൾ നന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിലെ മ്യൂസിക് ആയിരുന്നു. അതും വളരെ നന്നായിരുന്നു. ഈ പറഞ്ഞ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും 2 മണിക്കൂർ സമയത്തേക്ക് ആസ്വദിച്ച് കാണാവുന്ന ഒരു സിമ്പിൾ സിനിമയാണിത്. സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അത് മിസ്സാക്കാതിരിക്കുക. വളരെ സെൻസിറ്റീവായ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരു കൊമേഴ്ഷ്യൽ ടച്ചോട് കൂടിയൊരു സിനിമ തയ്യാറാക്കുന്നതിൽ ഏതാണ്ട് വിജയിച്ചിരിക്കുകയാണ് നരിവേട്ടയിലൂടെ ഫിലിം മേക്കേഴ്സ്. നിങ്ങൾക്ക് ബോറടിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചില അനീതികൾ തിരിച്ചറിയാൻ കഴിയും. നോൺ ലീനിയറായി പറയുന്ന കഥ അക്ഷരാർത്ഥത്തിൽ പേര് പോലെ തന്നെ നരിവേട്ടയാണ്. അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ട് തന്നെയാണ് അനീതിയെ തുറന്നു കാട്ടുന്നത്. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ പരിഗണിക്കേണ്ട ക്രൂഷ്യൽ പോയിന്റ്സ് ഒക്കെ ഭംഗിയായി തിരക്കഥയിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. വെറും സംഭവങ്ങളെ മാത്രം കാണിക്കാതെ കഥാപാത്രങ്ങളുടെ റിയൽ ഇമോഷൻസിൻ്റെ ബേസിസിൽ അതിനോടൊപ്പം ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന നായകൻ്റെ യാത്രയിലൂടെയുമാണ് കഥ പറയുന്നത്. വൈറ്റ് വാഷ് ചെയ്യാതെ പോലീസ്, ഗവൺമെൻറ്റ്സ്, അവർക്കിടയിലെ പ്രശ്നങ്ങൾ, നിശബ്ദമാക്കപ്പെടുന്ന വിപരീത അഭിപ്രായങ്ങൾ ഇതെല്ലാം തുറന്നു കാണിച്ചിരിക്കുന്നു. റിയൽ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ പറയുന്ന സിനിമ ഒരേ സമയം സിനിമാറ്റിക്കായും റിയലിസ്റ്റിക്കായും പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ നരിവേട്ടയ്ക്ക് കഴിയുന്നുണ്ട്. നടീനടന്മാരുടെ പ്രകടനങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും. നായകൻ്റെ കാഴ്ചപ്പാടിൽ പറയപ്പെടുന്ന കഥയിൽ അയാളുടെ ജീവിത ചുറ്റുപാടുകൾ മാറി മറിയുന്നതിനനുസരിച്ച് വളരെ പതുക്കെ എന്നാൽ വേഗതയോടെ തന്നെ സിനിമ ഒന്നാകെ മാറുന്നത് പ്രേക്ഷകനിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ് അവസാനിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും പ്രശംസ അർഹിക്കുന്നതാണ്. ആക്ഷൻ രംഗങ്ങൾ പ്രേക്ഷകനെ ഞെട്ടിക്കുന്നതാണ്. 2.25 മണിക്കൂർ സമയത്തിൽ നായക കഥാപാത്രത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സംഭവങ്ങൾ വിശാലമായി കാണിച്ചതിൻ്റെ ആവശ്യകത പ്രധാന കഥയുമായി പൊരുത്തപ്പെടാൻ പാടുപെടുന്നത് ചിലപ്പോൾ പ്രേക്ഷകന് മടുപ്പുണ്ടാക്കിയേക്കാം. കണ്ടിരിക്കേണ്ട ചിത്രം, പറയേണ്ട കഥ. ഈ ഒരു സിനിമ എന്തിനു വേണ്ടി കാണണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയേ ഉള്ളൂ. സിനിമ ഒരു എൻ്റർടൈനർ മാത്രമല്ല ആവേണ്ടത്, ഇടയ്ക്ക് സാമൂഹിക രീതികളെ തുറന്നു കാട്ടുന്ന ഒരു കലാരൂപം കൂടിയാവണം. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. Thanks for watching. Bye bye guys.